ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ആത്മജ്യോതിയിലേക്ക് സ്വാഗതം. കേൾക്കുന്നവരെല്ലാം ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തണമേ കമൻസിൽ. അതായത് നമ്മൾ അർത്ഥമറിഞ്ഞ് ഓരോ വാക്കിൻ്റെയും അർത്ഥമറിഞ്ഞ് ഇപ്പോഴേ പഠിക്കണോ, നമ്മൾക്ക് ഇങ്ങനെയൊന്ന് പറഞ്ഞു പോയതിന് ശേഷം ഓരോ വാക്കുകളുടെയും അർത്ഥമറിഞ്ഞ് പഠിക്കണോ എന്നുള്ളതൊന്ന് നിങ്ങൾ കേൾക്കുന്നവർ പറയണേ. നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ, ഭഗവത് ചരിതങ്ങൾ ശ്രീമദ് മഹാഭാഗവതത്തിലൂടെ വ്യാസമഹർഷി പറഞ്ഞു തന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദ്വിതീയ സ്കന്ധം നിവൃത്തി സ്കന്ധത്തിലെത്തി. അതിൽ പഞ്ചമോ അധ്യായ 5-ാം അധ്യായത്തിലാണ് നമ്മൾ ശ്രീശുക ബ്രഹ്മർഷിയും പരീക്ഷിത് മഹാരാജാവുമായിട്ടുള്ള സംവാദമാണ്. അതിൽ ബ്രഹ്മാണ്ഡ സൃഷ്ടി വർണ്ണനയും വിവിധ തത്വങ്ങളുടെ ഉത്പത്തിയുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നാരദ മഹർഷി ബ്രഹ്മാവിനെ നമസ്കരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. നാരദ ഉവാച ദേവദേവ നമസ്തേസ്തു ഭൂതഭാവന ഭൂർവജ യദ്വിജാനീഹി യജ്ഞാനമാത്മതത്വനിദർശനം യദ്രൂപം യദധിഷ്ഠാനം യദസൃഷ്ടമിദം പ്രഭു യത്സംസ്ഥം യത്പരം യച്ച തത്തത്വം വദ തത്വതഃ സർവം ഹി ഏതദ് ഭവാൻ വേദഭൂത ഭവ്യഭവത് പ്രഭു കരാമലകവത് വിശ്വം വിജ്ഞാനാവസിതം തവ. അപ്പം നാരദ മഹർഷി ബ്രഹ്മാവിനെ നമസ്കരിച്ചുകൊണ്ട് ചോദിക്കുന്നു, എല്ലാത്തിനെയും മുമ്പേ ഉണ്ടായവനും ആ സകല ചരങ്ങളുടെയും അചരങ്ങളുടെയും, ചരം ചരിക്കുന്നത് സഞ്ചരിക്കുന്നത്, അചരം ചരിക്കാത്തത്, അതിൻ്റെ എല്ലാം സൃഷ്ടാവും ദേവദേവനുമായ അവിടുത്തേക്ക് നമസ്കാരം എന്ന് നാരദ മഹർഷി പറയുകയാണ്. അവിടുന്ന് എനിക്ക് ആ ജ്ഞാനം, ആത്മതത്വ നിദർശനം, ആത്മതത്വത്തെ അറിയാൻ ഉപയോഗിക്കുന്ന ജ്ഞാനത്തെ ഉപദേശിച്ച് തരണമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ വിശ്വം മുഴുവൻ ഏതൊന്നിൽ നിന്നാണോ സൃഷ്ടമായത്, ഏതൊന്നിനെ ആശ്രയിച്ചാണോ സ്ഥിതി ചെയ്യുന്നത്, ഏതൊന്നിലേക്കാണോ പോയി ലയിക്കുന്നത്, ഇതിനെല്ലാം ഉപരിയായി വർത്തിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അതെന്താണ്? അതിൻ്റെ എല്ലാം തത്വം പറഞ്ഞു തരണം. അങ്ങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഉണ്ടാകാനിരിക്കുന്നതുമായ സർവ്വതിൻ്റെയും പ്രഭു ആയതുകൊണ്ട് സർവജ്ഞനാണ്. അപ്പോൾ ഈ വിശ്വത്തെക്കുറിച്ചുള്ള വിജ്ഞാനം അങ്ങേക്ക് കരാമലകവത് വിശ്വം വിജ്ഞാനാവസിതം തവ, അങ്ങേക്ക് ഉള്ളം കയ്യിലിരിക്കുന്ന നെല്ലിക്ക പോലെ അങ്ങേക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ട് അതൊന്ന് പറഞ്ഞു തരണമേ. ഇനി യദ്വിജ്ഞാനോ യദാധാരോ യത്പരസ്ത്വം യദാത്മക ഏകസൃജസി ഭൂതാനി ഭൂതൈരേവാത്മമായയാ ആത്മൻ ഭാവയസേതാനി ന പരാഭാവയൻ സ്വയം ആത്മശക്തിമവഷ്ടഭ്യ ഊർണനാഭിരിവാക്ലമാ. ഊർണനാഭി 8 കാലി ആ സ്വശരീരത്തിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കളെ കൊണ്ട് വല നിർമ്മിച്ച് അതിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത് പോലെ അവിടുന്ന് ഈ കാണുന്ന സകല ചരാചരത്തെയും സ്വശക്തി കൊണ്ട് സൃഷ്ടിച്ച് നിലനിർത്തുന്നു. അവിടുന്ന് എങ്ങനെയാണ് ഏകനായി ആത്മമായ കൊണ്ട് ഈ പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. ഈ പഞ്ചഭൂതങ്ങളാൽ ഈ കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നത്. ഇതിനുള്ള ജ്ഞാനം അവിടത്തേക്ക് എങ്ങനെ ലഭിക്കുന്നു? അപ്പോൾ അവിടത്തേക്ക് ആശ്രയം ഒരാളുണ്ടല്ലോ, അതിന് ഉപരിയായും വർത്തിക്കുന്നത് ആരാണ്? അവിടത്തേക്ക് ആശ്രയമായും അവിടുത്തെ ഒക്കെ ഉപരിയായും വർത്തിക്കുന്നത് ആരാണെന്നാണ് നാരദ മഹർഷി ചോദിക്കുന്നത്. ഈ ലോകത്തുള്ള ഈ ജഗത്തിലുള്ളതെല്ലാം നാമരൂപ ഗുണങ്ങളോട് കൂടിയതാണ്. ഇതെല്ലാം ഈ സ്ഥൂലമായവയും സൂക്ഷ്മമായവയും ഉത്തമമായവയും മധ്യമമായവയും അധമമായ എല്ലാം അങ്ങയിൽ നിന്ന് അന്യമല്ല. അപ്പം അങ്ങ് തുടക്കത്തിലെ ഏകാഗ്രതയോടെ തപസ്സനുഷ്ഠിച്ചു, അത് ഞങ്ങൾക്കൊരു ഖേദത്തെ ഉണ്ടാക്കുന്നുണ്ട്. അവിടത്തേക്ക് ഉപരിയായി ഒരു ഈശ്വരനുണ്ടോ എന്ന് സംശയം ഉണ്ട്. ബ്രഹ്മാവിനോട് നാരദ മഹർഷി പറയുകയാണ്, സർവജ്ഞനും സർവേശ്വരനുമായ അവിടുന്ന് ഇതെല്ലാം എനിക്ക് വേണ്ടതുപോലെ ഉപദേശിച്ചു തരണം. ഇനി ബ്രഹ്മാവ് പറയുകയാണ്. ബ്രഹ്മ ഉവാച സമ്യക് കാരുണികസ്യേദം വത്സ തേ വിചികിത്സിതം യദഹം ചോദിത സൗമ്യ പരധർമ്മ പ്രദർശനേ നാനൃതം തവ തച്ചാപി യഥാ മാം പ്രബ്രവീഷി ഭോ അവിജ്ഞായ പരം മത്ത ഏതാവത്വം യതോഹി മേ. ബ്രഹ്മാവ് പറയുകയാണ്, മകനെ, നീ എനിക്ക് ആ ഭഗവാന്റെ തത്വത്തെ തന്നെ പറഞ്ഞു തരാനായിട്ട്, പ്രകാശിപ്പിക്കാനായിട്ട് അവസരം എനിക്ക് തന്നതുകൊണ്ട് ഞാൻ ധന്യനായിരിക്കുന്നു. നീ എന്നെ എങ്ങനെയാണ് വിളിച്ചത്, എങ്ങനെ വാഴ്ത്തി? സർവേശ്വരൻ എന്ന് വാഴ്ത്തി, അതിൽ തെറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ എനിക്ക് ഉപരിയായിട്ടുള്ള ഒരാളുണ്ട്,
ആ സർവേശ്വരനെ അറിയാത്തത് കൊണ്ടാണ് നീ അപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ഇനി യേന സ്വരോജിഷോ വിശ്വം സ്വരോജിഷാ വിശ്വം രോചിതം രോജയാമ്യഹം യഥാർക്കോ അഗ്നിർയഥാ സോമോ യഥാർക്ഷഗ്രഹതാരക. സ്വയം ആ പ്രകാശസ്വരൂപനായ ജ്യോതിസ്വരൂപനായ ഭഗവാനെ കൊണ്ട് പ്രകാശിക്കുന്ന ഈ ജഗത്തിനെ, വിശ്വത്തെ ഞാനും സൂര്യചന്ദ്ര നക്ഷത്ര അഗ്നികളെപ്പോലെ ആ സൃഷ്ടി മുഖേന പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഭഗവാന്റെ മായ കൊണ്ട്, യാതൊരാളുടെ മായ നിമിത്തമാണോ എന്നെ ജഗദ്ഗുരുവായി പറഞ്ഞിരിക്കുന്നത്, അപ്രകാരമുള്ള ഭഗവാൻ വാസുദേവനെ ഞാൻ ധ്യാനിക്കുകയും നമിക്കുകയും ചെയ്യുന്നിരിക്കുന്നു. തസ്മൈ നമോ ഭഗവതേ വാസുദേവായ ധീമഹി യന്മായയാ ദുർജയയാ മാം ബ്രുവന്തി ജഗദ്ഗുരും. ജഗത് എന്ന് പറഞ്ഞാൽ ജായതേ ഗച്ഛതി തിഷ്ഠതി ഇതി ജഗത്, ഉണ്ടായി നിലനിന്ന് നശിക്കുന്ന അതാണ് ജഗത്ത് എന്ന് പറയുന്നത്. ഇനി വാസുദേവൻ എന്ന് പറഞ്ഞ ആരാണ്? വാസുദേവൻ എന്ന് പറഞ്ഞാൽ വസുദേവപുത്രൻ എന്ന് പറയാം. വസുക്കളുടെ, ഇന്ദ്രിയങ്ങളുടെ അധിപനായിരിക്കുന്ന ആളും വാസുദേവനാണ്. അപ്പോൾ ആ ഇന്ദ്രിയ നിയന്ത്രണമുള്ള ആൾ ഭഗവാൻ. ഇനി ഗുരു എന്ന് പറഞ്ഞാൽ ഘനമുള്ളത്, ഗുരുത്വം എന്ന് പറയില്ലേ, ഘനമുള്ളത്. പിന്നെ ഇരുട്ടിനെ അകറ്റുന്ന ആളും അജ്ഞാനത്തെ അകറ്റുന്ന ആളും ഗുരുവാണ്. അങ്ങനെയുള്ള ഭഗവാനെ വാസുദേവനെ ഞാൻ ധ്യാനിക്കുകയും നമിക്കുകയും ചെയ്യുന്നു എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. ഇനി വിലജ്ജമാനയായസ്യ സ്ഥാതുമീക്ഷാപഥേ അമുയാ വിമോഹിതാ വിഗദ്ധന്തേ മമാഹമിതി ദുർധിയ ദ്രവ്യം കർമ്മ ച കാലശ്ച സ്വഭാവോ ജീവ ഏവ ച വാസുദേവാത് പരോ ബ്രഹ്മന്ന ചാന്യോ അർദ്ധോ അസ്തി തത്വതഃ. അപ്പോൾ ആ ആരുടെ ഈക്ഷണപഥത്തിൽ നിൽക്കുവാൻ കൂടി ലജ്ജിക്കുന്ന ഈ മായ കൊണ്ട് മോഹിതരായി തീർന്നിരിക്കുന്ന അവിവേകികൾക്കാണ് അങ്ങനെയുള്ള ലജ്ജ. അതായത് എൻ്റേതെന്നും ഞാനെന്നും എപ്പോഴും അഹങ്കരിച്ചുകൊണ്ട്, അഹം മമ, അഹം വരുമ്പോൾ മമയും വരും, ഞാനെന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ എൻ്റെ വരും. അപ്പോൾ വാസുദേവനിൽ നിന്ന് അന്യമായ യാതൊന്നിനും അസ്തിത്വമില്ല. ദ്രവ്യവും കാലകർമ്മങ്ങളും ഗുണം ജീവൻ ഇതെല്ലാം ഭഗവാനിൽ തന്നെ വിളങ്ങുന്ന കാര്യങ്ങളാണ്. ഇനി നാരായണ പരാവേദ ദേവാ നാരായണാംഗജ നാരായണ പരാലോക നാരായണ പരാമഖാഫ് നാരായണ പരായോഗോ നാരായണ പരം തപഫ് നാരായണ പരം ജ്ഞാനം നാരായണ പരാഗതി. അപ്പം വേദങ്ങൾ നാരായണ പരങ്ങളാണ്. ദേവന്മാർ നാരായണ അംശജാതരാണ്. ദേവെന്ന് പറഞ്ഞാൽ ദിവ് ധാതുവാണ്, പ്രകാശസ്വരൂപികളാണ്. ലോകങ്ങളും വിവിധ ലോകങ്ങളും യജ്ഞങ്ങളൊക്കെ നാരായണനെ ആശ്രയിച്ച് നിലകൊള്ളുന്നവർ. നാരായണൻ എന്ന് പറഞ്ഞാൽ നരന്മാരുടെ അയനമായിരിക്കുന്നവനാണ് നാരായണൻ. ആ കാരണജലത്തിൽ ശയിക്കുന്നത് കൊണ്ട് നാരായണൻ. യോഗങ്ങളും തപസ്സും ജ്ഞാനവും എല്ലാം നാരായണ പരങ്ങളാണ്. എല്ലാത്തിനും ആശ്രയമായി വർത്തിക്കുന്നതും നാരായണനാണ്. തസ്യാപി ദ്രഷ്ടുരീശസ്യ കൂഢസ്തസ്യ അഖിലാത്മന സൃജ്യം സൃജാമി സൃഷ്ടോ അഹമീക്ഷയൈവാഭിചോദിത. അപ്പം സർവദ്രഷ്ടാവാണ്, സർവത്തിൻ്റെയും ഉള്ളിൽ അന്തർയാമിയായി വർത്തിക്കുന്നവനാണ്, ഹൃദയഗുഹയിൽ വസിക്കുന്നവനാണ്. ആ സാക്ഷാൽ നാരായണൻ്റെ സൃഷ്ടിയായ ഞാനാണ് ബ്രഹ്മാവ്. അദ്ദേഹത്തിൻ്റെ കരുണാകടാക്ഷത്തിൽ പ്രേരിതനായി, ആ ഭഗവാന്റെ കരുണ കൊണ്ടാണ് പ്രേരിതനായിട്ട് ഈ കാണുന്ന സകലതും സൃഷ്ടിക്കുന്നത്. സത്വം രജസ്തമൈതി നിർഗുണസ്യ ഗുണാസ്ത്രയ സ്ഥിതി സർഗനിരോധേഷു ഗൃഹീത മായയാ വിഭോ. ഭഗവാൻ നിർഗുണനാണ്. അതായത് പ്രത്യേകിച്ച് അവിടെ ഒരു പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഭാസിക്കുന്നില്ല. ത്രിഗുണങ്ങളെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾക്ക് വേണ്ടിയാണ് ആ സ്വാത്മമായയിലൂടെ സ്വീകരിക്കുന്നത്. അവിടെ ഭഗവാനിൽ ഇതൊന്നുമില്ല. നമ്മളെ നിന്ന് നോക്കുന്ന നമ്മളിലാണ് ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. ഇനി കാര്യകാരണകർത്തൃത്വേ ദ്രവ്യജ്ഞാനക്രിയാശ്രയ ബധ്നന്തി നിത്യതാ മുക്തം മായിനം പുരുഷം ഗുണ. ദ്രവ്യം, ജ്ഞാനം, ക്രിയ എന്നിവയെ ആശ്രയിച്ച് നിൽക്കുന്ന ആ ത്രിഗുണങ്ങൾ, സത്വരജസ്തമോ ഗുണങ്ങൾ എന്തു ചെയ്യും? ബന്ധിപ്പിച്ച് കളയും. ആരെ ബന്ധിപ്പിക്കും? ജീവനെ ബന്ധിപ്പിക്കും. എങ്ങനെ? കാര്യകാരണ കർത്തൃത്വ രൂപേണ ബന്ധിപ്പിക്കും. നമുക്കെല്ലാ കാര്യകാരണ കർത്തൃത്വ രൂപങ്ങൾ ഉണ്ട്. ഇനി സയേഷ ഭഗവാൻ ലിംഗൈസ്ത്രിഭിരേഭിരഥോക്ഷജ സ്വലക്ഷിതഗതിർബ്രഹ്മൻ സർവേഷാം മമ ചേശ്വര. ഭഗവാൻ നാരായണൻ എന്ത് ചെയ്യുന്നു? ത്രിഗുണങ്ങളായ ഭഗവാന്റെ ഉപാധിയാണത്. ആ സ്വന്തം ഗതിയോടും ബ്രഹ്മാവ് പറയാണ്, ഞാൻ ഉൾപ്പെടെയുള്ള സർവരുടെയും ഈശ്വരനായി വർത്തിക്കുന്നു. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വധാതു, ഭരണനിപുണൻ, കർത്തും അകർത്തും അന്യഥാകർത്തും ഇത് ഈശ്വര എന്നാണ്. ചെയ്യാനും ചെയ്യാതിരിക്കാനും വേറൊരു രീതിയിൽ ചെയ്യിക്കാനുമുള്ള കഴിവുള്ളവനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്.
ഇനി എന്താണ് പറയുന്നത്? കാലം കർമ്മ സ്വഭാവം ച മായേശോ മായയാ സ്വയാ ആത്മന്യദൃച്ഛയാ പ്രാപ്തം വിബുഭുഷു രൂപാദതേ. മായേശനായ ഭഗവാൻ യാദൃച്ഛികമായി തന്നിൽ വന്നു ചേർന്ന ആ തൻ്റേതു തന്നെയായ മായ കൊണ്ട് കാലം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കാലം, കർമ്മം, സ്വഭാവം എന്നിങ്ങനെ 3 അവസ്ഥകളെ സ്വീകരിക്കുന്നു. ഇനി കാലാത് ഗുണവ്യതികര പരിണാമസ്വഭാവത കർമ്മണോ ജന്മമഹത പുരുഷാധിഷ്ഠാതഭൂത്. ആ ജഗതീശ്വരനാൽ പ്രേരിപ്പിക്കപ്പെട്ട് കാലത്തിൽ നിന്ന് ത്രിഗുണങ്ങൾക്ക് ക്ഷോഭമുണ്ടായി, സ്വഭാവത്തിൽ നിന്ന് പരിണാമമുണ്ടായി, കർമ്മത്തിൽ നിന്ന് മഹത്തത്വവും ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് പറയുന്നത്? മഹതസ്തു വികുർവാണാ രജ സത്വോപബ്രംഹിത തമപ്രധാനസ്തു അഭവത് ദ്രവ്യജ്ഞാന ക്രിയാത്മക. അപ്പം രാജസം, സത്വം എന്നിവയുടെ ആ സ്വാധീനം കൊണ്ട് വികാരം സംഭവിച്ച മഹത്വത്തിൽ നിന്ന് ദ്രവ്യജ്ഞാന ക്രിയാത്മകവും തമോ ഗുണപ്രധാനവുമായ എന്തുണ്ടാകുന്നു? അഹങ്കാരം ഉണ്ടാകുന്നു. അഹങ്കാരത്തിന് വികാരം ഉണ്ടായപ്പോഴോ അത് 3 രീതിയിൽ മാറി. ഏതൊക്കെ? സാത്വികം, രാജസം, താമസികം. സാത്വിക അഹങ്കാരത്തെ എന്തു പറയും? ജ്ഞാനശക്തി. താമസ അഹങ്കാരത്തെ എന്തു പറയും? ദ്രവ്യശക്തി. രാജസാഹങ്കാരത്തെയോ ക്രിയാശക്തി എന്ന് പറയും. ഇനി താമസാദഭിഭൂതാദേ വികുർവാണാദഭൂന്നഭ തസ്യ മാത്രാ ഗുണശബ്ദോ ലിംഗം ദ്രഷ്ടൃദൃശ്യയോ. താമസാഹങ്കാരത്തിൽ നിന്ന് ആദ്യത്തെ ഭൂതവും ശബ്ദഗുണത്തോടു കൂടിയതുമായ ആകാശമുണ്ടായി. ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതാണ് ആകാശം. ശബ്ദത്തിൻ്റെ ലക്ഷണം ദ്രഷ്ടാവ്, ദൃശ്യം, കാണുന്നതും പിന്നെ കാണുന്ന ആളും കാണപ്പെടുന്നവയും എന്നിവയെ സംബന്ധിച്ചുള്ള ജ്ഞാനമുണ്ടാക്കുക എന്നുള്ളതാണ്. ആകാശഭൂതത്തിന് വികാരം സംഭവിച്ചിട്ട് എന്തുണ്ടായി? സ്പർശഗുണത്തോടു കൂടിയ വായു ഉണ്ടായി. അപ്പം ആ ആകാശഗുണമായ ശബ്ദം കൂടെയുള്ള വായു പ്രാണബലം, ഓജസ്, മനോബലം, ദേഹശക്തി എന്നീ ലക്ഷണങ്ങളോട് കൂടിയതാണ്. ഇനി കാലം, കർമ്മ, സ്വഭാവം ഇവയ്ക്കാണ് വികാരം പ്രാപിച്ച വായുവിൽ നിന്ന് രൂപം എന്ന സ്വന്തം ഗുണത്തോടും ശബ്ദം, സ്പർശം എന്ന മറ്റ് ഭൂതങ്ങളുടെ ഗുണത്തോടും കൂടിയ തേജസ് വന്നു. ഇനി അഗ്നി വികാരം പ്രാപിച്ച് തേജസ്സിൽ നിന്ന് രസം എന്ന സ്വന്തം ഗുണവും ശബ്ദസ്പർശ രൂപങ്ങൾ മറ്റുള്ളവരുടെ ഗുണങ്ങളുമായിരിക്കുന്നതുമായ ജലമുണ്ടായി. ഇനിയോ ജലത്തിന് വികാരം സംഭവിച്ച് ഗന്ധം എന്ന സ്വഗുണത്തോടും രൂപരസ ശബ്ദസ്പർശങ്ങൾ അപരമായിരിക്കുന്നതുമായ പൃഥ്വിയുണ്ടായി. അപ്പോൾ പൃഥ്വി തത്വത്തിന് 5 ഗുണങ്ങളും ഉണ്ട്. സാത്വിക അഹങ്കാരത്തിൽ മനസ്സും അതിൻ്റെ സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സുണ്ടായി. അതിൻ്റെ അധിഷ്ഠാന ദേവതയായ ചന്ദ്രനുണ്ടായി. കൂടാതെ ദിക്ക്, വായു, സൂര്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ എന്നീ 5 ജ്ഞാനേന്ദ്രിയ ദേവതകളുണ്ടായി. അഗ്നി, ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, പ്രജാപതി എന്ന കർമ്മേന്ദ്രിയ ദേവതകളും സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായേക്കുന്നത്. അപ്പം ജ്ഞാനേന്ദ്രിയ, കർമ്മേന്ദ്രിയ ദേവതകൾ എവിടെ നിന്നുണ്ടായി? സാത്വിക അഹങ്കാരത്തിൽ നിന്നും ഉണ്ടായി. രാജസ അഹങ്കാരത്തിൽ നിന്ന് ശ്രോത്രം, ത്വക്ക്, ഘ്രാണം, ദൃക്ക്, ജിഹ്വ എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളും വാക്പാണിപാദപായു ഉപസ്ഥങ്ങൾ, വാക്ക്, കൈകൾ, ജനനേന്ദ്രിയം, ഗുദം, പാദം എന്നീ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനശക്തിയുടെ ഉറവിടമായ ബുദ്ധിയും ക്രിയാശക്തിക്ക് ഉറവിടമായ പ്രാണനുണ്ടായി. ഇവയൊന്നും പരസ്പരം യോജിക്കാതിരുന്നാൽ സൃഷ്ടി ഉണ്ടാവത്തില്ല. അപ്പോൾ ഭഗവാനാൽ പ്രേരിതനായ ബ്രഹ്മാവ് ഇവയെല്ലാം വേണ്ട വിധത്തിൽ യോജിപ്പിച്ചിട്ട് സമഷ്ടി എന്നും വ്യഷ്ടി എന്നും ഉള്ള 2 രീതിയിലുള്ള ശരീരങ്ങൾ സൃഷ്ടിച്ചു. സമഷ്ടി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഉള്ളത്, ബ്രഹ്മാണ്ടങ്ങളെല്ലാം കൂടി സമഷ്ടി. വ്യഷ്ടി എന്ന് പറഞ്ഞാൽ ഓരോന്നായിട്ട് എടുക്കുമ്പോഴുള്ളത്. ആദ്യമായി സൃഷ്ടിക്കുള്ള ഉപകരണങ്ങളെല്ലാം ഒരു അണ്ടത്തിനുള്ളിൽ ഒതുക്കി. കാരണജലത്തിൽ കിടക്കുന്ന അണ്ടത്തിൽ ഈശ്വരൻ ജീവരൂപേണ പ്രവേശിച്ചപ്പോൾ അത് ചൈതന്യവത്തായി. അണ്ടത്തിനകത്ത് പ്രവേശിച്ച പുരുഷൻ അണ്ടത്തെ പിളർന്ന് അനേകായിരം ശിരസ്സുകളോടും പാദങ്ങളോടും കൈകളോടും നേത്രങ്ങളോടും കൂടിയവനായി പുറത്തു വന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് വിരാട് പുരുഷൻ. വിശേഷേണ രാട്ട് പ്രകാശസ്വരൂപനാണ്. പുരുഷൻ്റെ അരക്കെട്ട് മുതൽക്കുള്ള അവയവങ്ങളെ, താഴോട്ടുള്ള അവയവങ്ങളെ 7 അധോലോകങ്ങളെന്നും മുകളിലേക്കുള്ള അവയവങ്ങളെ 7 ഊർധ്വലോകങ്ങളായും മനീഷികൾ, ബുദ്ധിയുള്ളവർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്നും ബ്രാഹ്മണനും, ബാഹുക്കളിൽ നിന്ന് ക്ഷത്രിയനും, ഊരുക്കളിൽ നിന്ന് വൈശ്യനും, പാദങ്ങളിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നു. വേറൊരു രീതി പറഞ്ഞാൽ ഭൂർലോക കൽപ്പിത പദ്ഭ്യാം ഭുവർലോകോസ്യനാഭിത ഹൃദാസ്വർലോക ഉരസാമഹർലോകോ മഹാത്മന ഗ്രീവായാം ജനലോകശ്ച തപോലോകസ്തനദ്വയാത് മൂർധഭി സത്യലോകസ്തു ബ്രഹ്മലോക സനാതനാം. ഈ മഹാപുരുഷൻ്റെ അരക്കെട്ടിന് മുകളിൽ ഭൂലോകം,
നാഭിദേശത്തിൽ ഭുവർലോകം, ഹൃദയത്തിൽ സുവർലോകം, മാറിടത്തിൽ മഹർലോകം, കഴുത്തിൽ ജനോലോകം, സ്തനദ്വയങ്ങളിൽ തപോലോകവും മൂർധാവിൽ സനാതനവും ബ്രഹ്മാവിൻ്റെ ആവാസസ്ഥാനവുമായ സത്യലോകവും കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മളുടെ വിരാട് പുരുഷനെ ഓർത്തിട്ട് ധ്യാനം ചെയ്യാൻ പറ്റുന്ന ഒരു രൂപമാണ്. ലോകമയനായ ഈ പുരുഷന്റെ അരക്കെട്ടിൽ അതലവും, ഊരുക്കളിൽ വിതലവും, ജാനുക്കളിൽ സുതലവും, കനങ്കാലുകളിൽ തലാതലവും, ഞെരിയാണികളിൽ മഹാതലവും, പുറവടിയിൽ രസാതലവും, കാലടിയിൽ പാതാളവും കൽപ്പിച്ചിരിക്കുന്നു. നമ്മളെ പഠിപ്പിക്കുന്ന സ്വാമിജി ഇത് ഹോംവർക്കായിട്ട് മറ്റ് ഗ്രന്ഥങ്ങളിലെ നാരായണീയത്തിലൊക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞിരുന്നു. ഇനി ചിലർ വേറൊരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിരാട് പുരുഷന്റെ പാദങ്ങൾ ഭൂലോകവും നാഭിദേശം ഭുവർലോകവും മൂർധാവ് സ്വർലോകവുമാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതി മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ പഞ്ചമോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പം നമ്മൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് ഭഗവത് പാദങ്ങളെ സമർപ്പിക്കുന്നു, നാരായണനിലേക്ക് സമർപ്പിക്കുന്നു. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഹരി.